Hello guys, welcome to our YouTube channel S&A Tales. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അവർ ഹോം മെയ്ഡ് വൈൻ. ആദ്യം തന്നെ നമ്മൾ 5 കിലോ മുന്തിരി എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ആവശ്യത്തിന് മഞ്ഞൾ, ഉപ്പ് ഇവയെല്ലാം എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത വെള്ളത്തിൽ നമ്മുടെ മേടിച്ച മുന്തിരി ക്ലീൻ ചെയ്യുന്നു. പിന്നെ അതിനുശേഷം നല്ല മുന്തിരി നമ്മളിവിടെ പൊട്ടാത്ത മുന്തിരികൾ സെപ്പറേറ്റ് ചെയ്ത് വൈനിന് വേണ്ടി എടുക്കുന്നു. പൊട്ടിയതും ചീത്തയായ മുന്തിരി നമ്മൾ മാറ്റിയിട്ട് കളയുകയാണ് പതിവ്. ഇവിടെ നമ്മൾ അത് നല്ല മുന്തിരികൾ സെപ്പറേറ്റ് ചെയ്ത് 2 കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട്. ഈ മുന്തിരിയായിരിക്കും നമ്മുടെ വൈനിന് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ സ്പൈസസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു വലിയ പട്ട, 12 ഏലക്ക, 9 ഗ്രാമ്പൂ ഇവയെല്ലാം പൊടിച്ച് ചേർക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്പൈസസ് നമ്മൾ വൈനിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ എടുക്കുന്ന കുറച്ച് സൂചി ഗോതമ്പുണ്ട്. ഒരു കൈപ്പിടി എടുക്കുന്ന അളവിൻ്റെ ഒരു സൂചി ഗോതമ്പ് നമ്മൾ എടുത്ത് പൊടിക്കുന്നുണ്ട്. ഇത് കല്ലിൽ തന്നെ പൊടിക്കുന്നതാണ് ഇതിന് ഉചിതം. മിക്സിയിലിട്ട് അടിക്കാതിരിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ കഴുകി മാറ്റിയ നല്ല മുന്തിരികൾ എല്ലാം നല്ല വെള്ളത്തോർത്തിൽ എടുത്ത് നമ്മൾ ഡ്രൈ ചെയ്യുന്നുണ്ട്. ക്ലീനാക്കി നല്ല ഡ്രൈ ആക്കി അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഈ മുന്തിരികളായിരിക്കും നമ്മൾ ഭരണിയിലേക്ക് മാറ്റുക. ഈ മുന്തിരിയെല്ലാം നമ്മൾ ഭരണിയിലേക്ക് മാറ്റി നമ്മൾ 5 കിലോ മുന്തിരിക്ക് നമ്മൾ ഇടുന്നത് 4 കിലോ പഞ്ചസാരയാണ്. അപ്പോൾ ഈ 4 കിലോ പഞ്ചസാര ഒറ്റയടിക്ക് നമ്മൾ ഇടുന്നില്ല. കുറച്ച് മുന്തിരി ഒരു ലെയർ വൈസ് ലെയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെയർ മുന്തിരിക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇടും. പിന്നെ കുറച്ച് മുന്തിരി അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇടും. അപ്പോൾ അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ ആദ്യമേ ഒരു ലെയർ ഇട്ടതിന് ശേഷം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു വുഡൻ സ്റ്റിക്കോ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് അതൊന്ന് പിഴിഞ്ഞ് ഇടിച്ച് ഉടച്ചുടച്ച് അതിൻ്റെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരണം, ആ ഒരു ഫോമിലേക്ക്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. അതിന് ശേഷം ആണ് നമ്മൾ അടുത്ത ലെയറിലേക്ക് പ്രൊസീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ ചെയ്താലാണ് നല്ല രീതിയിൽ ഉടഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെയർ ഓഫ് മുന്തിരിയും നെക്സ്റ്റ് ലെയർ ഓഫ് പഞ്ചസാരയും ഇടും. അപ്പോൾ അത് നമുക്കൊരു ഭരണിയുടെ സൈസ് അനുസരിച്ച് നമുക്ക് എണ്ണത്തിലും പഞ്ചസാരയുടെ ഇതിലും നിങ്ങൾക്ക് അളവിൽ മാറ്റം വരുത്താം. പിന്നെ അതിനുശേഷം നമ്മൾ ലാസ്റ്റാണ് വെള്ളം ഒഴിക്കുന്നത്. ഒരു കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് 5 കിലോ മുന്തിരിക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2.5 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ചതിന് ശേഷം ഫൈനലായിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി ഉടക്കേണ്ട ഫൈനൽ ഇതെല്ലാം ഉടച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതാണ്. അതിനുശേഷം ഗോതമ്പ് പൊടിച്ചത് നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ ഗോതമ്പ് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റിയത് ഇപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത്. സ്പൈസസ് നമ്മൾ നേരത്തെ ആദ്യമേ നമ്മൾ ഇട്ടായിരുന്നു. അപ്പോൾ സ്പൈസസ് ഒക്കെ ഫസ്റ്റ് നമ്മൾ ഒരു ലെയർ ഇട്ടതിന് ശേഷമാണ് ഫൈനലി ഗോതമ്പ് ഒരു എക്സ്ട്രാ ഒരു കിക്കിന് വേണ്ടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് പോലെ നമ്മൾ നല്ല രീതിയിൽ അത് ഉടഞ്ഞ് കറക്റ്റ് ഒരു യൂണിഫോം മിക്സർ കിട്ടണ വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക. അപ്പം നമ്മൾ ഇതിൽ ശരിക്കും ഫസ്റ്റ് ലെയർ ഇടുമ്പോൾ തന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക്
ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇടാം ഫെർമെൻറ്റേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന്, ഓവർ ആകാതെ. അതിനുശേഷം നമുക്ക് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാം. അത് നല്ലൊരു തുണിയുടെ മേലിൽ ലിഡിൽ നമ്മൾ അടച്ചിട്ട് കെട്ടി വെക്കുകയാണ്. So for more videos like this, please like, share and subscribe our YouTube channel S&A Tales.